ഇപ്പോൾ പടമെടുക്കാത്ത സുരേഷ് കുമാർ ആരാണ്? ആന്റണി പെരുമ്പാവൂർ എന്ന വലിയ ആശീർവാദ് പ്രൊഡക്ഷൻസിന് 25 വർഷമായ ആശീർവാദ് പ്രൊഡക്ഷൻസിന്റെ ആന്റണി പെരുമ്പാവൂരിനെ വിമർശിക്കാൻ ഈ ജി സുരേഷ് കുമാർ ആരാണ്? അതാണല്ലോ ഇപ്പോൾ ഉയർന്ന ചോദ്യങ്ങളുടെയൊക്കെ ഒരു ആകത്തുകയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കരുതുന്നത്. ജി സുരേഷ് കുമാർ 46 വർഷമായി ഈ സിനിമാ മേഖലയിലുണ്ട്. ആന്റണി പെരുമ്പാവൂർ സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതൽ, അങ്ങനെ വേണം പറയാൻ, ആന്റണി പെരുമ്പാവൂർ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്ന കാലം മുതൽ പടം എടുത്തുകൊണ്ടിരിക്കുന്നയാളാണ് ജി സുരേഷ് കുമാർ എന്ന ഒരു വസ്തുത കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മോഹൻലാൽ ഒറ്റ വരിയിൽ, മോഹൻലാലിന്റെ ആ ഷെയർ ചെയ്യുമ്പോഴുള്ള വാചകം കൂടി നമ്മൾ ഒന്ന് കാണേണ്ടതുണ്ട്. നമുക്കെന്നും സിനിമയുടെ ഒപ്പം നിൽക്കാം. നമുക്ക് എന്നതാണ് മോഹൻലാൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിക്കലും സുരേഷ് കുമാറിനെ തള്ളി പറഞ്ഞുകൊണ്ട് ആന്റണിയെ ചേർത്ത് പിടിക്കുന്ന ഒരു മോഹൻലാലിനെ ഒന്നും കാണാൻ കഴിയില്ല. കാരണം മോഹൻലാൽ ഒന്നുമല്ലാതിരുന്ന കാലം മുതൽ മോഹൻലാലിന്റെ കൂടെയുള്ളവരാണ് ആ സുഹൃത്ത് വലയം എന്ന് പറയുന്നത്. അത് മോഹൻലാലിന് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ് ഷെയർ ചെയ്ത് എന്തുകൊണ്ടാണ് എമ്പുരാനിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ആശീർവാദ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ആന്റണി പെരുമ്പാവൂരിന്റെ സിനിമാ കമ്പനി ആരുടേതാണ് എന്നുള്ളത് മലയാളിക്കെല്ലാം അറിയാം. ആന്റണി പെരുമ്പാവൂരിന്റേതാണ്, അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരാണ് അതിന്റെ ഉടമസ്ഥൻ എന്നൊക്കെ ഭംഗ്യനിരേണ പറയുമെങ്കിലും അതിന് പിന്നിൽ ആരാണ്, ആരുടെ സിനിമകളാണ് ഈ ആശീർവാദ് പ്രൊഡക്ഷൻസ് 25 വർഷമായി എടുത്തുകൊണ്ടിരിക്കുന്നത്, അതിലെ നായക നടൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, മോഹൻലാലിനെ വെച്ചുകൊണ്ട് തന്നെയാണ് 90% സിനിമകളും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 100% ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. 90% എനിക്ക് ഉറപ്പാണ്. കാരണം മോഹൻലാലിന്റെ സിനിമകൾ മിക്കതും ഞാൻ കാണാറുള്ള ആളാണ്. ഞാനൊരു ലാൽ ഫാനുമാണ്.